കുട്ടി ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എന്തെങ്കിലും ഒരു റോൾ, എന്തെങ്കിലും അല്ല നല്ലൊരു റോൾ ആഗ്രഹിക്കുന്നതിന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിത്തരാം. ഞാനൊരു കാര്യം പറഞ്ഞ റാണി ചേച്ചി തട്ടിക്കളയില്ല. ചാൻസ് വെച്ച് വീടിന് മുമ്പ് നീണ്ട ക്യൂ ആണ്. പിന്നെ എത്ര പേരെ റെക്കമെൻഡേഷനായി വരുന്നത്. ആ സുഗുണം പല വഴി നോക്കുന്നുണ്ട്. പക്ഷെ ആരുടെ ശുപാർശ വീഴുന്ന ആളല്ല എന്റെ ചേച്ചി. പിന്നെ കുട്ടിക്കൊരു റോൾ, അത് വേണമെങ്കിൽ പപ്പ ശരിയാക്കും. റോളിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ലണ്ടനിൽ നിന്ന് ചേച്ചി നിങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നേ? കൊണ്ടുവന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു. എല്ലാവരും പെട്ടിക്കകത്ത് അടച്ചു വെച്ചേക്കാ. ആണോ? അതിന്റെ പെട്ടിയിൽ അടച്ചു തന്നെ വെച്ചിരിക്കുന്നത്. സസ്പെൻസ് ആയിരിക്കും. സതി, എന്താ സതി? ഇല്ല ചേച്ചി, ഒന്നുമില്ല ചേച്ചി. 1-2 ദിവസം ആയില്ലേ ചേച്ചി വന്നിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോ ഞാൻ ഈ പെട്ടികളൊക്കെ നോക്കുവേ. അതിങ്ങനെ പൊട്ടിക്കാതെ ചിരിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോ എന്റെ മനസ്സിനൊരു വിങ്ങല്. ഇന്നലെ കിടന്നിട്ട് ഉറക്കമേ വന്നില്ലേ ചേച്ചി. അപ്പൊ ആകാംക്ഷ ശമിപ്പിക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിക്കാം. സമയമായില്ല അനിയത്തി. പിന്നെ എപ്പോഴാ ചേച്ചി അതിന് സമയമാവുന്നേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു എയിമുണ്ട്. ഇവിടുത്തെ ദരിദ്രരെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി, അതൊന്ന് പൂർത്തിയാകട്ടെ. കണ്ണടച്ചാൽ അനിയത്തി, പാവപ്പെട്ടവർ വന്ന് നിരനിരയായിട്ട് നിൽക്കുക. നമ്മളെ പോലുള്ളവർ സുഭിക്ഷതയിൽ ഇരിക്കുമ്പോ 3 നേരം വേണ്ട, 1 നേരം പോലും വയറ് നിറച്ച് കഴിക്കാൻ ഭാഗ്യമില്ലാത്തവർ, അവരെ പറ്റിയുള്ള ചിന്ത. അയ്യോ അതെ ചേച്ചി, പാവപ്പെട്ടവരെയും ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന് ഈ പെട്ടിയെയും ബന്ധപ്പെടുത്തി എന്തിനാ ചേച്ചി പറയണേ? ദേ ഞാൻ ആണയിട്ട് പറയുക, 1 ഡസൻ ദരിദ്രനെ ഞാൻ ചേച്ചിക്ക് പിടിച്ചു തരും. ഒരു 4-5 എണ്ണത്തിന് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. സന്തോഷമായി ചേച്ചിക്ക്, സന്തോഷമായി. ഇത്തവണ ഡോക്യുമെന്ററി ഫെസ്റ്റിവലിൽ എന്റെ ദാരിദ്ര്യത്തിനായിരിക്കും അവാർഡ്. അതെ ചേച്ചി, ഡോക്യുമെന്ററിക്ക് നല്ല ദരിദ്രരെ കിട്ടിയ ഒരാൾക്ക് 5000 വരെ കൊടുക്കാൻ ഞാൻ റെമ്യൂണറേഷൻ ആയിട്ട്. എന്നുവെച്ചാ അഭിനയിക്കാനുള്ള പ്രതിഫലം, ശമ്പളം 5000 രൂപ. ചേച്ചി ദിവസം 5000 രൂപയോ? ഈശ്വരാ ചേച്ചി, ദേ എനിക്ക് ചേച്ചി ഒരു ദിവസം 1000 രൂപ വെച്ച് തന്നാ മതി. ഞാൻ 1-ാം തരം ദരിദ്രയായിട്ട് അഭിനയിക്കാം. ഇപ്പൊ കണ്ടോണേ. അയ്യോ അമ്മ, വല്ലതും തരണേ. എങ്ങനെയുണ്ട് ചേച്ചി? അയ്യോ അനിയത്തി, ആർട്ടിഫിഷ്യൽ ദരിദ്രരെ ജഡ്ജസിന് കണ്ടാലറിയാം. അതല്ലേ ഈ ദാരിദ്ര്യത്തിന്റെ കുഴപ്പം. ഏതായാലും ഞാൻ സ്ക്രിപ്റ്റ് വർക്ക് പൂർത്തിയാക്കട്ടെ. അയ്യോ ചേച്ചി ചേച്ചി ചേച്ചി, എന്താ അനിയത്തി? പണ്ടത്തെ നമ്മുടെ സ്കൂൾ ജീവിതമേ, നമ്മുടെ കുട്ടിക്കാലം, അന്നത്തെ മഴ, വയൽ വരുമ്പോ തൂടുള്ള നമ്മുടെ നടത്തം, വാഴയില വെട്ടി കുടയായി പിടിക്കുന്നത്, സ്ലേറ്റ് പെൻസിൽ കടം വാങ്ങിക്കുന്നത്, പിന്നെ സ്ലേറ്റ് പൊട്ടുന്നത്, സ്ലേറ്റ് പൊട്ടിയതിന് അച്ഛൻ തല്ലുന്നത്, അതിന് തടസ്സം പിടിക്കുന്നത്. ആ സമയത്ത് ദാരിദ്ര്യമുള്ള ഒരാൾ റോഡിലൂടെ പോകുന്നത്. ഓ, അതിനിടയ്ക്ക് ദാരിദ്ര്യം പറയാതെ എന്റെ ചേച്ചി. അല്ല, ഞാൻ പഴയകാലം ഓർമ്മിച്ച എന്താണെന്നറിയോ? ഇന്ന് ചേച്ചി വളരെ ഉയർന്ന നിലയില്, ഞാൻ വെറും ഒരു സാധാരണക്കാരി. ചേച്ചി, ഈ അനിയത്തിക്ക് ഒരു 50,000 രൂപ തരുമോ? കുറെ പലിശക്കടവുള്ളതുകൊണ്ടാ. കാർ എടുത്തതിന്റെയാ ചേച്ചി, അതങ്ങ് തീർത്തേക്കാം. അനിയത്തിക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ തോന്നി? അയ്യോ, എന്താ ചേച്ചി കുറഞ്ഞു പോയോ? അനിയത്തി പറഞ്ഞില്ലേ, അന്നത്തെ മഴ, വാഴയില, വരമ്പില് വീഴല്, സ്ലേറ്റ് പൊട്ടുന്നത്, അച്ഛന്റെ തല്ല്, ദാരിദ്ര്യക്കാരി റോഡിൽ കൂടെ പോകുന്നത്. അതെ. അപ്പോ അന്ന് നമ്മൾ കാശിനെ കുറിച്ച് സംസാരിച്ചോ? ഇല്ല. നിഷ്കളങ്കമായ സ്നേഹമായിരുന്നില്ല നമുക്കന്ന്. നിഷ്കളങ്കമായ സ്നേഹം. ഈശ്വരാ, ഇതെന്തൊരു പരീക്ഷണം. ചേച്ചി ചോദിച്ചതിന് ഉത്തരം പറ മോളെ. കാശ് വേണോ സ്നേഹം വേണോ എന്ന് ചോദിച്ചാൽ സ്നേഹം മതി, സ്നേഹം മതി. തൃപ്തിയായി, ചേച്ചിക്ക് തൃപ്തിയായി. ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് തീർക്കട്ടെ. അയ്യോ, ഓ, ഇതൊന്നും തടയുന്ന ലക്ഷണമില്ല. ഒരുമാതിരി ഒളിച്ചു കളി. ചുമ്മാ വെറുതെ ഇവിടെ കള്ളന്മാരുടെ ഭയങ്കര ശല്യമല്ലേ, ഞാൻ അവരെ തേടി നിൽക്കായിരുന്നു. എങ്കിലേ ഒരു കള്ളനെ ഞാൻ കൈയോടെ പിടിക്കാം. എന്തുവാ എത്ര ഷർട്ടുകള്? അത് പിന്നെ അലക്കാനിടാൻ. നിന്നെ പോലുള്ളവന്മാരെ ഒന്നും അലക്കാൻ പറ്റാത്തത് കൊണ്ടായി പ്രശ്നങ്ങളൊക്കെ.
എടാ ഈ കാണിക്കുന്ന ചുണയുടെ 10-1 ചുണ വീട്ടിൽ കാണിച്ചിരുന്നെങ്കിലേ നിന്റെ ചേച്ചി നിന്റെ കൂടെ നിന്നേനെ. ആ, അതിനിപ്പോ ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അയ്യാ പിന്നെ കൂടെ തന്നെ ഉണ്ട്. എടാ ചോറിഞ്ഞും കൂറങ്ങും അങ്ങനെ ആ കൂടെ തന്നെ ഉള്ളത്. അവക്ക് ദരിദ്രന്മാരെ കുറിച്ച് പഠിക്കണം. ചേടാ എന്നോട് പറഞ്ഞാ പോരെ, നല്ല മണി പോലുള്ള എത്ര ദരിദ്രന്മാരെ ഞാൻ കൊടുക്കുമായിരുന്നു. അമ്മാവൻ ചെല്ലണം. ആ, ഓ ആള് വരാൻ സമയമായില്ലയോ? ഡ്രസ്സൊക്കെ മാറി റെഡി ആയിന്നില്ലേ? ഒന്ന് പോവാ. ആ ഞാൻ പോവാം, നീ നോക്കിക്കോ. നിന്റെ റാണി ചേച്ചി ആ ലീലാവതി കൊത്തിക്കൊണ്ട് പോവും. ആ